ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മേരി മാ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതൊരു ഫിൽമി ഗീതാണ്, അതായത് ഒരു ഫിലിം സോങ് ആണ്. ഏത് ഫിലിമിലെയാണ്? താരേ ജമീൻ പറിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. പിന്നെ ഈ മൂവി കണ്ടിട്ടില്ലാത്തവർ ഈ മൂവി ഒന്ന് കണ്ടു നോക്കണം. കാരണം ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിയുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഒക്കെയാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ മൂവി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടിരിക്കണം. പിന്നെ ഈ സോങ്ങും ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അമ്മേനെ കുറിച്ച് പറയുന്ന ഒരു സോങ് ആണ്. പ്രസൂൺ ജോഷിയാണ് ഇത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. മേരി മാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം നമുക്ക്. മേ കഭി ബത്ലാത്ത നഹി. ബത്ലാന എന്ന് വെച്ചാൽ പറയുക, ബത്താന എന്ന് എഴുതുന്നത് പോലെ തന്നെയാണ്, അതേ സെയിം മീനിങ് ആണ് ബത്ലാനയ്ക്കുള്ളത്. അപ്പോൾ മേ കഭി ബത്ലാത്ത നഹി, ഞാൻ ഒരിക്കലും പറയാറില്ല. പർ അന്ധേരെ സെ ഡർത്താ ഹൂ മേ മാ. പക്ഷെ എനിക്ക് ഇരുട്ട് പേടിയാണ്, ഇരുട്ടിനോട് എനിക്ക് ഭയമാണ് അമ്മേ. അന്ധേര എന്ന് വെച്ചാൽ ഇരുട്ട്, ഡർന പേടിക്കുക. അമ്മയോട് ഇങ്ങനെ പറയാണ്, ഞാൻ ഒരിക്കലും പുറത്ത് പറയാറില്ല, പക്ഷെ എനിക്ക് ഇരുട്ട് പേടിയാണ്. യൂ തോ മേ ദിഖ്ലാത്ത നഹി തേരി പർവാ കർത്താ ഹൂ മേ മാ. സാധാരണയായിട്ട് ഞാൻ ദിഖ്ലാത്ത നഹി, ദിഖ്ലാന എന്ന് വെച്ചാൽ ദിഖാന, കാണിക്കാറില്ല. തേരി പർവാ കർത്താ ഹൂ മേ മാ. പർവാ കർണന്ന് വെച്ചാൽ കെയർ ചെയ്യുക, കരുതൽ കാണിക്കുക. ഞാൻ എന്താണ് പ്രത്യക്ഷത്തിൽ കാണിക്കാറില്ല, പക്ഷെ എനിക്ക് അമ്മയോട് ഒരുപാട് കരുതലുണ്ട്. തുജെ സബ് ഹേ പതാ ഹേ ന മാ, തുജെ സബ് ഹേ പതാ മേരി മാ. പിന്നീട് പറയുന്നത് പത്താ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം എന്നാണ്. അപ്പം തുജെ സബ് ഹേ പതാ ഹേ ന മാ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം അമ്മയ്ക്ക് അറിയില്ലേ? തുജെ സബ് ഹേ പതാ, എല്ലാം അമ്മയ്ക്ക് അറിയാം. മേരി മാ. അപ്പോൾ പറയുന്നത് കുട്ടി പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചില്ലെങ്കിലും അമ്മയ്ക്കറിയാം കുട്ടിക്ക് ഇരുട്ട് പേടിയാണെന്ന്, അതുപോലെ തന്നെ കുട്ടിക്ക് അമ്മയോട് കരുതലുണ്ട് എന്നൊക്കെ. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഡ് മേ യു നാ ഛോഡോ മുജെ. അതായത് ഭീഡ് എന്ന് വെച്ചാൽ ക്രൗഡ്, തിരക്ക്. ഈ തിരക്കില് യു നാ ഛോഡോ മുജെ, ഛോഡ്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ട് കളയുക. അപ്പം ഈ തിരക്കിനിടയിൽ എന്നെ ഇങ്ങനെ വിട്ട് കളയല്ലേ. ഘർ ലോട്ട് കെ ബി ആനാ പാവുമാ, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിയില്ല അമ്മേ. ലോട്ട്നാന്ന് വെച്ചാൽ തിരിച്ചു വരിക. അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിയില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ തിരക്കിന്റെ ഇടയിൽ വിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ പോലും കഴിയില്ല. ഭേജന ഇത്തന ദൂർ മുജ്കോ തു, യാദ് ബി തുജ്കോ ആനാ പാവുമാ. അടുത്തതായിട്ട് പറയുന്നത് എന്നെ ഇത്രയും ദൂരത്തേക്ക് പറഞ്ഞയക്കല്ലേ, ഓർമ്മ പോലും വരാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് എന്നെ പറഞ്ഞയക്കല്ലേ എന്നാണ് പറയുന്നത്. ക്യാ ഇത്തന ബുറാ ഹൂ മേ മാ, ക്യാ ഇത്തന ബുറ മേരി മാ. അപ്പം ഞാൻ ഇത്രയും മോശമാണോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും മോശമാണോ ഞാൻ അമ്മേ എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ വരികൾ ഏത് സാഹചര്യത്തിലാണ് വരുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ, ഈ കുട്ടിക്ക് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇവർ കുട്ടീനെ ദൂരെ ഒരു ബോർഡിംഗ് സ്കൂൾ പോലത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തി പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കുട്ടിയുടെ വീട്ടുകാർ. ഇഷാൻ അവസ്ഥ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ ഈ കുട്ടിയുടെ പാരന്റ്സ് കുട്ടീനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തി പഠിപ്പിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ അത് അറിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ ഇത്രയും ദൂരെ കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല ഏത് സാഹചര്യത്തിലാണ് ഈ വരികൾ വന്നു പോകുന്നതെന്ന്. അപ്പം കുട്ടി ഇങ്ങനെ അമ്മോട് റിക്വസ്റ്റ് ചെയ്യണ പോലെ, അതായത് കുട്ടി നേരിട്ട് പറയുന്നില്ല, പക്ഷെ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്തകളാണ് ഈ പാട്ടിൽ ഇങ്ങനെ പറയുന്നത്. എന്നെ ഇത്രയും ദൂരത്തേക്ക് പറഞ്ഞയക്കല്ലേ അമ്മ, ഓർമ്മ വന്നാൽ ഓർമ്മ പോലും എത്താത്ത അത്രയും ദൂരത്തേക്ക് എന്നെ പറഞ്ഞയക്കല്ലേ, ഞാൻ അത്രയും മോശമാണോ എന്ന് കുട്ടി ഇങ്ങനെ ചോദിക്കുന്നത് പോലെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ജബ്ബി കബി പാപ്പ മുझे, എപ്പോഴൊക്കെയാണോ അച്ഛൻ എന്നെ ജോ ജോർ സെ ഝൂല ഝുലാത്തെ ഹെ മാ, വളരെ ഫോഴ്സോട് കൂടിയിട്ട് എന്താണ് ഊഞ്ഞാലാട്ടുന്നത്. ഝൂല ഝുലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഞ്ഞാലാട്ടുക എന്നാണ്. അപ്പോൾ അടുത്ത വരികളിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല സ്പീഡിൽ എന്നെ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്നറിയോ? മേരി നസർ ഡൂണ്ടേ തുജെ, എന്റെ കണ്ണുകൾ അമ്മയെയാണ് തേടുന്നത്. ഡൂണ്ടിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുക, തേടുക. നസർ എന്ന് വെച്ചാൽ കണ്ണുകൾ അല്ലെങ്കിൽ കാഴ്ച, അതായത് കുട്ടി അമ്മേനെയാണ് അന്വേഷിക്കുക എന്നാണ് പറയുന്നത്. സോച്ചു യഹി തൂ ആക്കെ ഥാമേഗിമ. സോച്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? യഹി,
ഇതാണ് ചിന്തിക്കുന്നത്. തൂ ആക്കി ഥാമേഗി മാ, ഥാംന എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സ്പീഡിൽ ഊഞ്ഞാലാട്ടിയിട്ട് പേടിക്കുന്ന സമയത്ത് കുട്ടിയുടെ കണ്ണുകൾ എപ്പോഴും അമ്മയെയാണ് നോക്കുക. അമ്മ വന്നിട്ട് ഇപ്പൊ കൈ പിടിക്കും എന്ന് ഓർത്തിട്ട്. അപ്പോൾ അടുത്തതായിട്ട് കുട്ടി പറയുന്നത് ഉൻസെ മേ യെ കെഹത്താ നഹി, അച്ഛനോട് ഞാൻ ഇത് പറയാറില്ല. പർ മേ സെഹം ജാത്താ ഹൂ മാ, പക്ഷെ ഞാൻ സെഹം ജാത്താ ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരിഭ്രമിച്ച് ഇങ്ങനെ ഇരിക്കും, ഞാൻ പേടിച്ചിരിക്കും അമ്മ എന്നാണ് പറയുന്നത്. ചെഹരെ പേ ആനെ ദേത്താ നഹി, ദിൽ ഹി ദിൽ മേ ഘബറാത്താ ഹൂ മാ. അടുത്ത വരിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെഹരെ പേ എന്ന് വെച്ചാൽ മുഖത്ത്, ചെഹര എന്ന് പറഞ്ഞാൽ മുഖം, ഫേസ്. ആനെ ദേത്താ നഹി, വരാനായിട്ട് സമ്മതിക്കില്ല. ദിൽ ഹി ദിൽ മേ ഘബറാത്താ ഹൂമ, ദിൽ ഹി ദിൽ മേ എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിൽ തന്നെ, ഉള്ളില് ഘബറാത്താ ഹൂ, ഘബറാനാന്ന് വെച്ചാൽ പരിഭ്രമിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സ്പീഡിൽ ഊഞ്ഞാലാട്ടുമ്പോൾ പേടിയാവും. അപ്പോൾ അമ്മേനെ അന്വേഷിക്കും, പക്ഷെ പേടിയുണ്ടെന്ന് മുഖത്ത് കാണിക്കില്ല. പക്ഷെ ഉള്ളിൽ നല്ല പേടിയുണ്ട്, നല്ല പരിഭ്രമം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തുജെ സബ് ഹേ പതാ ഹേ നമ, തുജെ സബ് ഹേ പതാ മേരി മാ. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമല്ലോ, അറിയില്ലേ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം എന്ന് പറയാണ്. मैं कभी बतलाता नहीं पर अंधेरे से डरता हूँ मैं माँ, यूं तो मैं दिखलाता नहीं तेरी परवाह करता हूँ मैं माँ, तुझे सब है पता है ना माँ, तुझे सब है पता മേരി മാ. ഇത് ഫസ്റ്റ് സ്റ്റാൻസ തന്നെയാണ്. എന്താണ്, ഞാൻ ഒരിക്കലും പറയാറില്ല, എങ്കിലും എനിക്ക് ഇരുട്ട് പേടിയാണ്, ഞാൻ ഒരിക്കലും കാണിക്കാറില്ല, പക്ഷെ എനിക്ക് അമ്മയോട് അത്രയും കെയർ ഉണ്ട്, അമ്മയോട് അത്രയും കരുതലുണ്ട്. തുജെ സബ് ഹേ പത്താ ഹേന മാ, തുജെ സബ് ഹേ പത്താ മേരി മാ. അമ്മയ്ക്ക് ഇതെല്ലാം അറിയില്ലേ, അമ്മയ്ക്ക് എല്ലാം അറിയാം, മേരി മാ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിൽമി ഗീതില് പറയാനായിട്ടുണ്ടായിരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ആ സ്റ്റോറിയിൽ ഈ കുട്ടിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പാരൻസ് കുട്ടീനെ ഈ ബോർഡിംഗ് സ്കൂൾ പോലത്തെ സ്ഥലത്ത് കൊണ്ടാക്കുന്നത്. പക്ഷെ അവിടെ കുട്ടിക്ക് അവിടെയും ഇതേ പ്രശ്നങ്ങൾ, ഡിസ്ലെക്സിയ ഉള്ളതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ കുട്ടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടിയുടെ പ്രത്യേകതയായിട്ട് ഈ മൂവിയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് പിന്നെ കുട്ടിക്ക് അതിനെ പറ്റിയ ഒരു ടീച്ചറെ കിട്ടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യത്തിലൊക്കെ ഈ കുട്ടി അവിടുന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിയോട് പാരൻസിന് അത്ര താല്പര്യമില്ലേ, അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ, ഞാൻ ഇത്രയും മോശക്കാരനായതുകൊണ്ടാണോ എന്നെ വീട്ടിൽ നിന്ന് ദൂരെ കൊണ്ടുവിട്ടത്, ഓർമ്മ പോലും എത്താനാവാത്ത അത്രയും ദൂരത്ത്, അതായത് അത്രയും ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവർക്ക് ഒന്ന് ഓർമ്മ വന്നാൽ ചെല്ലാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഓർമ്മ പോലും എത്താത്ത ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടാക്കിയത് ഞാൻ അത്രയും മോശക്കാരനായത് കൊണ്ടാണോ, അമ്മയ്ക്ക് എന്നെ അറിയില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ കുട്ടിയുടെ മനസ്സിലുള്ള കുറച്ച് ചിന്തകളാണ് ഈ വരികളിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പ്രസൂൻ ജോഷിജിയുടെ പ്രൊഫൈൽ നോക്കാം. പ്രസൂൻ जोशी का जन्म 16 सितंबर 1968 को अल्मोड़ा उत्तराखंड में हुआ. तो प्रसून जोशी 16 സെപ്റ്റംബർ 1968 ഉത്തരാഖണ്ഡിലെ അൽമോഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. വേ ഹിന്ദി കവി, ലേഖക്, പട്കഥാക്കാർ और ഫിൽമി ഗീത്കാർ ഹെ. അദ്ദേഹം ഹിന്ദി കവിയും ലേഖകനും അതുപോലെ തന്നെ പട്കഥാക്കാർ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് റൈറ്ററും അതേപോലെ തന്നെ ഫിൽമി ഗീത്കാറാണ്, അതായത് ഫിലിംസിന് വേണ്ടി സോങ് എഴുതുന്ന ലിറിസിസ്റ്റ് ആണ്. വേ അന്താരാഷ്ട്രീയ വിജ്ഞാപൻ കമ്പനി മെക്കാൻ എറിക്സൺ മേ കാര്യകാരി അധ്യക്ഷ ഹെ. അദ്ദേഹം അന്താരാഷ്ട്രീയ വിജ്ഞാപൻ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്താണ് വിജ്ഞാപൻ കമ്പനി എന്ന് വെച്ചാൽ അഡ്വർടൈസിംഗ് കമ്പനി ആയിട്ടുള്ള മൾട്ടിനാഷണൽ ഒരു കമ്പനിയാണ്. അത് പല പല രാജ്യങ്ങളിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനി ആയിട്ടുള്ള മെക്കാൻ എറിക്സണിലെ കാര്യകാരി അധ്യക്ഷ ഹെ, എക്സിക്യൂട്ടീവ് ചെയർമാൻ ആണ്. फिल्म तारे जमीन पर का गाना मेरी माँ के लिए उन्हें राष्ट्रीय पुरस्कार भी प्राप्त हुआ है. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ സോങ് ഉണ്ടല്ലോ, താരേ ജമീൻ പറിലെ മേരി മാ എന്ന് പറഞ്ഞ ഈ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വേ പത്മശ്രീ ഉപാധി സെ സമ്മാനിത് ഹെ, അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പാട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാടിയും കേട്ടൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു സോങ് ഫോർമാറ്റിൽ തന്നെ ഉള്ളത് കൊണ്ട് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കുറച്ച് പ്രാവശ്യം ആ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സോങ് കേൾക്കുക, ഈ മൂവി കാണുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. Thanks for watching the video.